ഇതിൽ തടസ്സമില്ല. സർ, 133 കോടി ജനതയിൽ 15% അങ്ങീ പറയുന്ന ഓൺലൈൻ സംവിധാനത്തിലുള്ളത്. അവർക്ക് മാത്രം മതിയോ പനി? അവർക്ക് മാത്രം മതിയോ മാരക രോഗങ്ങൾ? അവരുടെ കയ്യിൽ ബാങ്കിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് അവർക്കൊരു ചെക്ക് ബുക്ക് കാണും, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെബിറ്റ് കാർഡ് കാണും. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ ഗവൺമെന്റ് അല്ല ഈ സമയത്ത് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളിൽ ഒന്ന്. ഉദാഹരണത്തിന് ഒരാളിന് ഒരു ബാങ്കിലുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിനെ വിശ്വസിക്കാൻ കഴിയാത്ത നാടാണിത്. അവിടെയാണോ നിങ്ങൾ പറയുന്നത് ഒരു ചെക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിശ്വസിക്കുമെന്ന് ഒരു വ്യക്തി കൊണ്ട് കൊടുത്താൽ? അല്ലല്ല, ചെക്കിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യക്തി ഞാൻ പറയാം, ഈ ബാങ്ക് ഈ പ്രശ്നം തുടങ്ങിയ ദിവസം തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കേസിൽ ഒരു തീരുമാനമെടുത്തത് ചെക്ക് അക്സെപ്റ്റ് ചെയ്ത് എടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ചെക്ക് അക്സെപ്റ്റ് ചെയ്താൽ ഒന്നുമില്ല. നാളെ മിനിഞ്ഞാന്ന് ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ക്യാമ്പ് സുൽത്താൻ ബത്തേരി നടന്നു. ഞാനാ ഉദ്ഘാടനം ചെയ്തത്. എല്ലാം കഴിഞ്ഞ് അവർ ചെക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു ചെക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം DCC പ്രസിഡന്റ് ജാമ്യം നിന്നുകൊണ്ടാണ് അവർക്ക് മടങ്ങി പോകാൻ സാധിച്ചത്. ഇത് നിങ്ങളൊക്കെ മാറണം. നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ കാശായിട്ട് നമ്മൾ ചാക്കിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സിസ്റ്റം നിർത്തണം. ഈ ഷാനവാസ് പറയുന്ന ക്യാമ്പില് എന്തുകൊണ്ട് ഇവർ മാന്യന്മാർ നടത്തുന്ന ക്യാമ്പാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ചെക്ക് കൊടുത്തുകൂടായിരുന്നു? സാർ, നിങ്ങളുടെ ഈ വിപ്ലവമായിരുന്നു സാർ ജൻധൻ യോജന. ആൾക്കാർ എനിക്ക് മനസ്സിലാകുന്നു. അല്ലല്ല, നിങ്ങളുടെ ഈ വിപ്ലവമാണ് സാർ ജൻധൻ യോജന. അത് ദുരുപയോഗം ചെയ്യുന്നു നിങ്ങൾ തന്നെ പറയുകയാണ് സാർ. ഞങ്ങൾ പറയുന്നില്ല, നമ്മൾ പറയുന്നത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കണം. ഭരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നമ്മൾക്ക് വിശ്വസത വേണമെങ്കിൽ ഇത് വോട്ടിങ് പോകണ കാരണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതാ കയ്യേൽ മഷി പുരട്ടുന്നു. ഇവിടെ എന്താ വ്യത്യാസം? എന്താ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇത്ര തുക പിൻവലിക്കാമെന്ന് ഒരാൾ പിൻവലിക്കാമെന്ന് പറയുമ്പോൾ ആ ആൾ ദുരുപയോഗപ്പെടുത്തൂല്ല എന്ന് നമ്മൾ അത് അഡ്മിനിസ്ട്രേഷൻ ഭാഗമാണ്, നല്ല ഭരണത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ശ്രീ കണ്ണന്താനം, സുപ്രീം കോടതിയിൽ ഇന്ന് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് വാദം കേട്ടപ്പോൾ സുപ്രീം കോടതി ചോദിച്ചല്ലോ ശ്രീ കണ്ണന്താനം, ഈ വിഡ്രോവൽ പരിധി ഉണ്ടല്ലോ അത് കുറെ കൂടി ഒന്ന് ഉയർത്തിക്കൂടെ എന്ന്. സുപ്രീം കോടതി കള്ളപ്പണക്കാരുടെ ഏജന്റ് ആയതുകൊണ്ടാണോ? സുപ്രീം കോടതി അങ്ങീ പറയുന്ന യുദ്ധത്തിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുന്നതിന്റെ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ? ഒരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാട്ടുകയാണ് സുപ്രീം കോടതി. ഒരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാട്ടുകയാണ് സുപ്രീം കോടതി. ഇവിടെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇതിനകത്തെ 24,000 രൂപ എന്ന് ഇപ്പോൾ പരിധി വെച്ചിരിക്കുന്നതിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബാങ്കുകളിൽ പൈസ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാരും മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകരുത്. അതുകൊണ്ട് മാത്രമാണ് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് കൂട്ടിയല്ലോ, 20,000 രൂപയായിരുന്നു, ഇന്നലെ അത് 24,000 രൂപയാക്കി. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 1 ലക്ഷം രൂപയാക്കുമായിരിക്കും. ഇത് കറൻസി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം ഈ പൈസ മുഴുവൻ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഭരണത്തിന്റെ റിസർവ് ബാങ്കിൽ അങ്ങീ പറയുകയാണ് കൂട്ടമായി എടുത്തുകൊണ്ട് പോകരുത്, അതുകൊണ്ട് പരിധി വെച്ചിരിക്കുന്നു. ഇളവുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരും. അങ്ങയുടെ അറിവിലേക്കായി, അങ്ങിപ്പോൾ നോയിഡയിലിരുന്നാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങേക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. നാളെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനും ഖനി മുതലാളിയുമായ ജനാർദ്ദൻ റെഡ്ഡിയുടെ കുട്ടിയുടെ വിവാഹം. 1 മാസമായി അതിൻ്റെ ആഘോഷങ്ങൾ തിമർക്കുകയാണ്. 500 കോടിയാണ് ഈ ആഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 500,000 എവിടെ പോയി സാർ? എങ്ങനെയാണ് ഈ 2000 എന്ന് പറയുന്ന നോട്ടും അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷൻസും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ ജനാർദ്ദൻ റെഡ്ഡിക്ക് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടായത്? എന്തുകൊണ്ടാണ് ഈ 500 കോടിയുടെ ദുർവ്യയം നടക്കുന്നത്? എന്തുകൊണ്ടാണ് ED ആ വാതിലിൽ പോയി മുട്ടാത്തത്? എന്തേ ഒരു മഷിക്കുപ്പിയുമായി പോയി ആ കുടുംബത്തെ മുഴുവൻ നിരത്തി നിർത്തി വിരലിൽ മഷി പുരട്ടിയിട്ട് എത്ര വെച്ച് എടുത്തു എന്ന് ചോദിക്കാത്തത്? ഇതുവരെ ഇതുപോണക്ക് ഒരു സീക്രസി പാലിച്ചുകൊണ്ട് ഒരു വിപ്ലവം ഇന്ത്യയിൽ നടന്നിട്ടില്ല.
ഇത് മോദി ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഉണ്ടായിരുന്ന മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിയുന്നവരെ പോലും അവിടെ പിടിച്ചു നിർത്തി. ചോദ്യത്തിന് മറുപടിയില്ല. മാതൃഭൂമി ചാനൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ മാതൃഭൂമി ചാനൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് മാതൃഭൂമി ചാനലിന്റെ പോരായ്മയല്ല. കല്യാണത്തിന്റെ കാര്യം മാത്രം എടുത്തിട്ട് എന്തുകൊണ്ട് ശ്രീ കണ്ണന്താനം ഇത് മാതൃഭൂമി ചാനലിന്റെ ദൗർബല്യമല്ല, ശക്തിയാണ് കാണിക്കുന്നത്. ഒരു നിമിഷം ശ്രീ പി കരുണാകരൻ ഇന്ന് അങ്ങും കൂടി പങ്കാളിയായിരുന്ന യോഗത്തിൽ ഈ രാജ്യത്ത് ഇന്ന് അങ്ങും കൂടി പങ്കാളിയായിരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതായി അറിയാൻ കഴിയുന്ന ഒരു നല്ല കാര്യം, രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടെ ആലോചിക്കണം. ഈ ഫണ്ടിങ് ഈ രൂപത്തിൽ വരുന്നത്, അതിൻ്റെ ദുരുപയോഗം, അതിൻ്റെ ബ്ലാക്ക് മാർക്കറ്റുമായുള്ള ബന്ധം, അത് പരിശോധിക്കണമെന്ന്. നല്ല കാര്യം. ജനാർദ്ദൻ റെഡ്ഡി സുഖകരമായി കല്യാണം നടത്തുകയാണല്ലോ. ഇതേ പ്രധാനമന്ത്രി അടക്കമുള്ള നേതൃത്വം, ഒന്നാമതേ BJPയുടെ നേതൃത്വം ഇപ്പോൾ 2 പേരല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ സാഹിബ് എന്ന് വിളിക്കുന്ന അമിത്ഷായും, 2 പേരും തീരുമാനിച്ചിരിക്കുന്ന ഒറ്റക്കാര്യം ED കൊണ്ട് ജനാർദ്ദൻ റെഡ്ഡിയെ പിടിക്കുക തുടങ്ങിയ ഒന്നുമല്ല, കല്യാണത്തിന് പോകരുത്. ശ്രീ പി കരുണാകരൻ ഒരു നല്ല ആശയം അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞോ? 1. 2, കല്യാണത്തിന് പോകാതിരുന്നാൽ കളങ്കമില്ലാത്തവരായിരിക്കുമോ BJP? അതല്ല, ഇതിലൊരു പ്രശ്നം, കള്ളപ്പണത്തിനെതിരായിട്ട് കറപ്ഷനെതിരായിട്ട് എല്ലാ പാർട്ടികളും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതിനെപ്പറ്റി ഒരു തർക്കവുമില്ല. പാർലമെൻറ്റിൽ ഞങ്ങളിത് ശക്തമായിട്ട് ഉന്നയിച്ചൊരു കാര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ BJP ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ശ്രമമാണ് നടത്തുന്നത്. 2.5 വർഷത്തിനിടയിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത ചുറ്റുപാടിൽ ഇതൊരു പുതിയ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയാണ് കള്ളപ്പണം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ വേണ്ടി പറ്റുമോ? ആ രീതിയിലേ അല്ലല്ലോ BJP കാണുന്നത്. ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ 500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം നടത്തുമ്പോൾ അവിടെ യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഇല്ല. അവിടെ പ്രധാനമന്ത്രി പോകാത്തത് കൊണ്ടോ അമിത്ഷാ പോകാത്തത് കൊണ്ടോ യഥാർത്ഥത്തിൽ അവർ അംഗീകരിച്ച നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമീപനം വരുമോ? അതൊരു കളിപ്പിക്കലാണ്. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശ്രീ കണ്ണന്താനം മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങ് IAS ഓഫീസറാണ്, അങ്ങ് കേരളത്തെക്കുറിച്ച് അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ തകർക്കുന്ന സമീപനമല്ലേ നിങ്ങൾ സ്വീകരിച്ചത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 65% ഗ്രാമങ്ങളിൽ ബാങ്കിംഗ് സംവിധാനം ഇല്ല ഇപ്പോഴും. അതിലേക്ക് വരാം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് പാർലമെന്റിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അടിയന്തര പ്രമേയത്തിന്. അതിലേക്ക് വരാം സാർ. അതിനുമുമ്പ് ഒരു കാര്യം കൂടി, ശ്രീ പി കരുണാകരൻ, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതങ്ങ് വീണ്ടും അതിൽ നിന്ന് മുഖം തിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അതൊരു വലിയ കാര്യമാണ് സാർ, അത് പറഞ്ഞില്ലേ അദ്ദേഹം? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ, അത് ഇലക്ഷനായാലും മറ്റു കാര്യങ്ങളായാലും, ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പാർട്ടികൾ സാമ്പത്തികമായി അത് ഏറ്റവും അധികം അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളത്. കാരണം ഏറ്റവും ചുരുക്കം പൈസ പിരിക്കാൻ കഴിയും ഞങ്ങൾക്കാണ്. ഏറ്റവും അധികം പണം പിരിക്കുന്ന ആൾക്കാരാണ് മറ്റാൾക്കാർ. നമുക്ക് കാണാൻ വേണ്ടി കഴിയും, മോഡി തന്നെ 900 കോടി രൂപയാണ് IT-ക്ക് വേണ്ടി മാത്രം, IT മേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾക്കത് കഴിയത്തില്ല. തീർച്ചയായിട്ടും നല്ല കാര്യം. ശരി, ശ്രീ പി കരുണാകരൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആർക്കും ചിരി വന്നുകൂടാ, പാടില്ല. കാരണം പണം വാങ്ങി ചോദ്യം ചോദിച്ച കേസിൽ ഒരു CPM കാരൻ പോലുമില്ല, ഒരു CPM MP പോലുമില്ല. ഏതെങ്കിലും കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്ത നിലയിൽ CPM-ന് കിട്ടിയിട്ടില്ല. ഇതെല്ലാം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കണക്കുകളാണ്. പക്ഷേ ജനാർദ്ദൻ റെഡ്ഡിയുമായിട്ടുള്ള ബന്ധമാർക്കാണ്? ജനാർദ്ദൻ റെഡ്ഡിയുടെ ഈ ധൂർത്തുമായുള്ള ബന്ധമാർക്കാണ്? ഈ ധൂർത്തിൻ്റെ സംരക്ഷകരാകുന്നതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് സാർ? ഡെഫിനറ്റായിട്ട് ഇതിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതല്ല, ഇത്രത്തോളം പൈസ ഒരു കല്യാണത്തിന് ചിലവാക്കുമ്പോൾ അതിൽ ഡെഫിനറ്റായിട്ട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യണം. അത് റേസ് ചെയ്തേ പറ്റൂ. 1. രണ്ടാമത്, ഇതിൽ ഈ കല്യാണത്തിൻ്റെ മാത്രമല്ല, ഇതിന് മുമ്പ് പല കല്യാണങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ, ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് പോകണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2 കാര്യങ്ങൾ. 1, ഇത് ആര് ചിലവാക്കി, ആര് ഈ പൈസ ഇത് ആർക്ക് കൊടുത്തു, ആര് വാങ്ങി, അവരുടെ കണക്കുകൾ നോക്കണം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസ്പെറൻസി ഇൻ പൊളിറ്റിക്കൽ ഫണ്ടിങ്. നമ്മൾ അമേരിക്കയിലൊക്കെ ലോബീസ് എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് പൈസ കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. ആ ലെവലിലേക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫണ്ട് റേസിങ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ, നമുക്ക് ഇലക്ഷൻ്റെ ഫണ്ടിങ്ങും കറക്റ്റായിട്ട് കണക്കുകൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ബ്ലാക്ക് മണി കുറയും.
അതുപോലെ തന്നെയാണ് കറപ്ഷൻ്റെത്. ഈ രീതിയിൽ നമുക്ക് അതിനൊരു തുടക്കമാണോ അല്ലയോ എന്ന് പറയാൻ നോക്കില്ല. കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഡെഫിനറ്റായിട്ട് നമുക്കിപ്പോൾ പ്രധാനമന്ത്രി ഇത് പറഞ്ഞിട്ട് BJP ക്ലിയർ ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുക, ഞങ്ങൾ ഇനി ഒരു പൈസ ക്യാഷ് അല്ലാതെ കളക്ട് ചെയ്യൂല, ചെക്ക് അല്ലാതെ കളക്ട് ചെയ്യില്ല, ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളൊരു തീരുമാനം എടുക്കുക. കോൺഗ്രസും CPM മറ്റു പാർട്ടികളും ആ ലെവലിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ, BJPക്ക് സാധിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. മറ്റു പാർട്ടികൾ ആ ഒരു സ്റ്റാൻഡ് എടുക്കുക. ഇന്ന് ശരിക്കും പറഞ്ഞാൽ AAP മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം എനിക്ക് ഇടവേളയിലേക്ക് പോകണതിന് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധൻ്റെ മെസ്സേജാണ് 23% ജൻധനും ഇപ്പോഴും 0 ബാലൻസിലാണ് എന്ന്. ജൻധൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0 ബാലൻസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം എന്നുള്ളതാണ്. ഇതിലേക്ക് ഇവർ തന്നെ ഒരു ബാങ്കിങ് സംവിധാനം അങ്ങനെ വിപുലമാക്കുക, ലോകത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായി അത് പ്രകീർത്തിക്കപ്പെടുക, ബംഗ്ലാദേശിലെ പോലെ അല്ലേ? പക്ഷേ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അതെല്ലാം ദുരുപയോഗം ചെയ്യും. അല്ലല്ല അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഇറ്റ് വിൽ ബി അണ്ടർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാണ്. കാരണം കഴിഞ്ഞ ഇത്രയും മാസം 0 പൈസ ഇരുന്ന ഒരാളിൻ്റെ അക്കൗണ്ടിൽ ഇന്ന് 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ അയാളോട് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കാതെ എവിടെ നിന്നാണ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ക്ലിയർ അല്ലല്ല, ഈ ബ്ലാക്ക് മണിക്കെതിരായുള്ള യുദ്ധത്തിലെ പല ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ജൻധൻ യോജന. അങ്ങനെയാണ് പറഞ്ഞത്. പാകപ്പിഴ നടന്നിട്ടുണ്ട്, അതിന് ആക്ഷൻ എടുക്കേണ്ടത്. പാകപ്പിഴ നടന്നിട്ടുണ്ട് എങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതയോട് അത് ഏറ്റു പറയണം. അതല്ലാതെ ഗുരുതരമായ വീഴ്ച സംഭവിക്കുമ്പോൾ ജനതയോടത് പറയാതെ അമ്മയെ ക്യൂ നിർത്തി രക്ഷപ്പെടരുത്. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കളങ്കിതനാണ് മോദി എന്ന കേജ്രിവാളിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനമെന്ത്? ഇടവേളയ്ക്ക് ശേഷം.